നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് കമൻസും, അതായത് നിങ്ങൾക്ക് എപ്രകാരം ഉപകാരപ്രദമാകുന്നുണ്ടോ, ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണോ മെച്ചപ്പെടുത്തേണ്ടത് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്താണോ മെച്ചപ്പെടുത്തേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ കമൻസ് ആണ് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? പി എസ് സിയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ് ബുക്കർ പ്രൈസ്. അപ്പം 2023 ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് ചോദിച്ചാൽ പറയണം അത് പോൾ ലിഞ്ച് ആണ്. ആരാണ്? പോൾ ലിഞ്ച്. 2023 ബുക്കർ പ്രൈസ് ജേതാവാണ് പോൾ ലിഞ്ച് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? സെറ്റല്ലേ? നെക്സ്റ്റ്, 2023 തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് നടൻ മധുവിനാണ് 2023 തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചത്. അപ്പം 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച്, 2023 തോപ്പിൽ ഭാസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നടൻ മധുവിനാണ്. ഓക്കെ അല്ലേ? ഈ രണ്ട് ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2023 കാലാവസ്ഥാ ഉച്ചകോടിയായ COP28 വേദി എവിടെയാണ്? COP28, അതായത് 2023 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് കാലാവസ്ഥാ ഉച്ചകോടി. പി എസ് സി ചോദിക്കാറുണ്ട്. ദുബായ് ആണ് 2023 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. COP28 വേദി ദുബായ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യൻ സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഏത് രാജ്യത്താണ്? പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യനിൽ സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ബ്രിട്ടൻ ആണ്. ചോദിക്കാം, നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ്. പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2, അല്ലെങ്കിൽ പി എസ് ഇങ്ങനെ ചോദിക്കാം: ബ്രിട്ടനിൽ കണ്ടെത്തിയ പന്നിപ്പനിയുടെ പുതിയ വകഭേദം ഏതെന്ന് ചോദിക്കാം. പി എസ് സി തലതിരിച്ച് ചോദിക്കാം. ഏറ്റവും നന്നായിട്ട് പി എസ് സി എന്നാണ് ഏറ്റവും നല്ല കഴിവുള്ള നല്ല ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കാനാണ് ഇത്തരത്തിലുള്ള പി എസ് സി പരീക്ഷകൾ നടത്തുന്നത്. അപ്പം എത്തരത്തിലാണോ പി എസ് സി ഉദ്യോഗാർത്ഥികളെ കുഴക്കുന്നത്, അത്തരത്തിൽ കുഴക്കുന്ന ചോദ്യങ്ങളായിരിക്കും പി എസ് സി ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത. അപ്പം കൃത്യമായിട്ട് ചോദ്യവും ഉത്തരവും പഠിക്കേണ്ടത് ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥിയുടെയും കടമയാണ്. ഇത്തരത്തിൽ നല്ല രീതിയിൽ ചോദ്യവും ഉത്തരവും പഠിച്ചാൽ മാത്രമേ, പണ്ട് ഉത്തരം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, എന്നാലോ ഇന്ന് ചോദ്യം കൂടി പഠിക്കേണ്ട തരത്തിലേക്ക് പി എസ് സിയുടെ ചോദ്യ നിലവാരം ഉയർന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്: പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യനിൽ സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം ബ്രിട്ടനിലാണ്. അപ്പം പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ബ്രിട്ടനിൽ കണ്ടെത്തിയ പന്നിപ്പനിയുടെ പുതിയ വകഭേദം ഏതാണ്? അതേതാണ്? H1N2 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ക്ലാസിക് ഇമ്പീരിയൽ ആണ്. ഏതാണ്? ക്ലാസിക് ഇമ്പീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക കേരളത്തിലെയാണ്, തെറ്റിപ്പോകരുതേ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ക്ലാസിക് ഇമ്പീരിയൽ ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദിയായത് തിരുവനന്തപുരമാണ്. 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദിയായത് തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ അല്ലേ? അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയൽ, 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദിയായത് തിരുവനന്തപുരം. ഓക്കെ അല്ലേ? ഇനി 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത്
അത് എൻഡ്ലെസ് ബോർഡേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പം 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേള PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ്. അപ്പോൾ 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് എൻഡ്ലെസ് ബോർഡേഴ്സ് ആണ്. ഏതാണ്? എൻഡ്ലെസ് ബോർഡേഴ്സ്. അങ്ങനെയാണെങ്കിൽ 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മെലാനി തിയറിയാണ്. മെലാനി തിയറി 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മെലാനി തിയറി. സെറ്റല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൗറിയ റഹീമിസാമാണ്. ആരാണ്? പൗറിയ റഹീമിസാം. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൗറിയ റഹീമിസാമാണ്. അപ്പം 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചത്. മികച്ച ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ് പഠിച്ചില്ലേ? മികച്ച നടി മെലാനി തിയറി പഠിച്ചൂലേ? മികച്ച നടൻ പൗറിയ റഹീമിസാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൻ്റെ പേര് K-REAP എന്നാണ്. ചോദിക്കാൻ സാധ്യത 100% ചോദിക്കാൻ സാധ്യത. എന്താണ് എന്നുകൂടി ഞാൻ വായിക്കാം, പഠിച്ചിട്ട് പോകണേ. അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക, ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുക, ആവർത്തിച്ച് പഠിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് K-REAP എന്ന് പറയുന്നത്. സെറ്റല്ലേ? കിട്ടിയില്ലേ? ഇനി ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് അമ്പലം നിലവിൽ വന്നത് തെലങ്കാന. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത 100% സാധ്യത. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം 2023 വാരി വലിച്ചു പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളെ മാത്രമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഓരോ ചോദ്യങ്ങളെയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. ഓക്കെ അല്ലേ? അപ്പം ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് അമ്പലം നിലവിൽ വന്നത് തെലങ്കാനയിലാണ്. അപ്പം എന്താണ് പഠിച്ചത്? 2 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഞാൻ വായിക്കാം. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിൽ ആവർത്തിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് K-REAP എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ അല്ലേ? അപ്പം ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് അമ്പലം നിലയിൽ വന്നത് തെലങ്കാന. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2023 ഇത്തരത്തിൽ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ചില കൂട്ടുകാർക്ക് ആവർത്തന വിരസതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടല്ലേ? അപ്പം ഈ വീഡിയോ കാണുന്ന ഏതൊരു കുട്ടിക്കും, ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ഓരോ കുട്ടിക്കും എല്ലാ ചോദ്യങ്ങളും എല്ലാ ഉത്തരങ്ങളും കിട്ടണം, എല്ലാവരും പഠിച്ചിട്ട് പോകണം എന്നൊരു ആഗ്രഹത്തിന് പുറത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആവർത്തിച്ച് വായിക്കുന്നത് കേട്ടോ. ചിലപ്പം ചില വിദ്യാർത്ഥികൾക്ക് ഒരു തവണ വായിച്ചാൽ മാത്രം കിട്ടും, ചിലവർക്കോ 3-4 തവണ വായിച്ചാൽ മാത്രമേ കിട്ടൂ. അപ്പം അവർക്കും കൂടി ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആവർത്തിച്ച് വായിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം 2023 ഗ്ലോബൽ എനർജി പാർലമെൻറ്റിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. 2023 ഗ്ലോബൽ എനർജി പാർലമെൻറ്റിന് വേദിയാകുന്ന നഗരം എവിടെയാണ്? കൊൽക്കത്ത. അപ്പം ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. 2023 ഗ്ലോബൽ എനർജി പാർലമെന്റിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. നെക്സ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. എറണാകുളം നമ്മളെ കേരളത്തിലെ എറണാകുളം ജനറൽ ആശുപത്രിയാണ് രാജ്യത്ത് ആദ്യമായി വൃക്ക
മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി. ഓക്കെ അല്ലേ? അപ്പം രാജ്യത്ത് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. 2023 ഗ്ലോബൽ എനർജി പാർലമെന്റിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് അമ്പലം നിലവിൽ വന്നത് തെലങ്കാന. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിന്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളെയും ഒരു കുടക്കീഴിലാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ കേറിപ്പ്. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് പൗറിയ റഹീമീസ. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മെലാനി തിയറി. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം എൻഡ്ലെസ് ബോർഡേഴ്സ്. 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന് വേദിയായത് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇമ്പീരിയൽ. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യൻ സ്ഥിരീകരിച്ചത് ബ്രിട്ടൻ. 2023 കാലാവസ്ഥ ഉച്ചകോടിയായ COP28 വേദി ദുബായ്. 2023 തോപ്പിൽ ബാസി പുരസ്കാരം ലഭിച്ചത് നടൻ മധു. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.